ഹായ് ഹലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് കേട്ടോ. നമ്മുടെ ചായക്കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ എങ്ങനെ പരിപ്പ് വട ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പരിപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ആ പരിപ്പ് ഞാനൊരു കപ്പ് പരിപ്പ് 2 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂറിന് ശേഷം അതിലുള്ള വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1.5 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കണം. ഒരു 4-5 കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. ഞാനൊരു 6 വറ്റൽമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങില്ലേ കടലപ്പരിപ്പ്, അതെടുത്താലും മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ടാണ് ഞാൻ അതെടുത്തിട്ടുള്ളത്. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം തീരെ ഒഴിക്കാൻ പാടില്ല കേട്ടോ. അതേപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാനും പാടില്ല. നമ്മളൊന്ന് ചതച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചെയ്തെടുത്താൽ മതി. ഇടയിൽ ആ പരിപ്പ് ഇങ്ങനെ കാണണം, അപ്പോഴാണ് ആ പരിപ്പോടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം കൂടി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും 2 പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ട് കൈവച്ച് കുഴച്ചെടുക്കണം. നമ്മളിത് അരക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് നന്നായിട്ട് അരച്ചെടുക്കരുത്. എന്നിട്ട് ഇതുപോലെ ഉരുളകളാക്കിയിട്ട് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ എണ്ണ ചൂടാവാൻ വെച്ച സമയം കൊണ്ട് ഇതുപോലെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. ഇനി നമുക്ക് എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ എളുപ്പമാണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ആ വെള്ളത്തിൽ നമ്മുടെ കൈയൊന്ന് നനച്ചതിന് ശേഷം അത് കയ്യിൽ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്ത് അപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ, അത് പൊടിഞ്ഞു പോവും. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അങ്ങനെയുള്ളവർ ജീരകം ഒഴിവാക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഉൾഭാഗം വെന്ത് കിട്ടൂല. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്ന സമയത്ത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
അപ്പോൾ എല്ലാം അതാ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പരിപ്പോടൊക്കെ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.